ഡൽഹിയിൽ അതിശക്തമായ പ്രവർത്തനങ്ങളുമായി ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാതിരുന്ന കോൺഗ്രസ് പാർട്ടിയെ കളിയാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയും ഗോദി മാധ്യമങ്ങളും നടത്തിയ കള്ളപ്രചാരണങ്ങൾക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് ഡൽഹിയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുവാൻ ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ദേവേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ DPCC ആസ്ഥാനമായ രാജീവ് ഭവനിൽ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗിൽ DPCCയുടെ 15ഓളം ഡിപ്പാർട്ട്മെന്റുകളുടെയും സെല്ലുകളുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാന അധ്യക്ഷന്മാർ പങ്കെടുക്കുകയും വിവിധ രാഷ്ട്രീയ കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ഡൽഹി ഇതുവരെ കാണാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ DPCC ഭാരവാഹികൾ ഐക്യകണ്ഠേന തീരുമാനിച്ചുറപ്പിച്ച് BJP നേതാക്കളെ അമ്പരപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. ഡൽഹിയിലെ കോൺഗ്രസിനെ തറപറ്റിക്കുവാൻ സംഘപരിവാറിന്റെ അജണ്ടകൾക്കനുസരിച്ച് കഴിഞ്ഞ 12 വർഷക്കാലം പണിയെടുത്ത കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും തകർത്ത് തരിപ്പണമാക്കുക എന്നത് മാത്രമായിരുന്നു കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ലക്ഷ്യം വെച്ചിരുന്നത്. അത് കൃത്യമായി നടപ്പിലാക്കിയെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ ഓരോ ചുവടും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഡൽഹിയിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയോട് നേരിട്ട് ഏറ്റുമുട്ടുവാനുള്ള രാഷ്ട്രീയ ശക്തി സംഭരിക്കുവാനാണ് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ചടുല നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ അടക്കം തോറ്റു തുന്നമ്പാടിയ ആം ആദ്മി പാർട്ടി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഡൽഹിയിൽ നിന്നും മാത്രമല്ല ഇന്ത്യയിൽ നിന്നും അപ്രത്യക്ഷമാകുമെന്ന് ഇപ്പോൾ ഡൽഹിയിലും പഞ്ചാബിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. വിദേശ ശക്തികളുടെയും സംഘപരിവാറിന്റെയും സഹായത്തോടെ 2013 ഡൽഹിയിൽ ഉദയം കൊണ്ട ആം ആദ്മി പാർട്ടിയിലേക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യർ എടുത്തു ചാടിയത് കെജ്രിവാളിന്റെ ഗൂഢതന്ത്രങ്ങൾ മനസ്സിലാക്കാതെയായിരുന്നു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നതെന്ന് തെറ്റിദ്ധരിച്ചാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർ കെജ്രിവാളിനെ വിശ്വസിച്ച് ആ പാർട്ടിയിൽ അണിനിരുന്നത്. എന്നാൽ ഡൽഹിയിൽ ഭരണം കിട്ടിയ ശേഷം കഴിഞ്ഞ 10 വർഷക്കാലം കെജ്രിവാളും കൂട്ടരും വൻ അഴിമതികളാണ് നടത്തിയതെന്ന് ഡൽഹിയിലെ ജനം തിരിച്ചറിഞ്ഞു. രാജ്യം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരെ ഒരാളായിരുന്ന ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിനെ അഴിമതിക്കാരിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് കെജ്രിവാളും കൂട്ടരും നടത്തിയ കുപ്രചരണങ്ങൾ ഡൽഹിയിലെ കോൺഗ്രസിനെ തകർത്തെറിഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ ഡൽഹി നഗരവും തകർന്ന് തരിപ്പണമായെന്ന് ഡൽഹി ജനതയ്ക്ക് ബോധ്യപ്പെട്ടത് 10 വർഷത്തെ കെജ്രിവാളിന്റെ ദുർഭരണം കണ്ടപ്പോഴാണ്. അഴിമതിക്കാരിയാക്കി ചിത്രീകരിക്കപ്പെട്ട ഷീലാ ദീക്ഷിത്തിനെ ശിക്ഷിച്ച് ജയിലിലടയ്ക്കുവാൻ 10 കൊല്ലക്കാലം ഡൽഹിയും രാജ്യവും ഭരിച്ചു മുടിച്ച കെജ്രിവാളിനോ സാക്ഷാൽ നരേന്ദ്രമോദിക്കോ കഴിഞ്ഞില്ല. കെജ്രിവാളിന്റെ ഈ വക തട്ടിപ്പ് പരിപാടികൾ ജനങ്ങളിലേക്ക് യഥാസമയം എത്തിക്കുവാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്കോ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കോ കഴിയാതെ പോയതുകൊണ്ടാണ് കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഡൽഹിയിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടത്. ഇനി കോൺഗ്രസിന്റെ സമയമാണ്. കോൺഗ്രസിലെ BJP ഏജന്റുമാരെ പടിയടച്ച് പിണ്ടം വെക്കുവാൻ ശ്രീ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള ചടുലമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാകും DPCCയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇനി കാണുവാൻ പോകുന്നത്. കെജ്രിവാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നല്ലൊരു ശതമാനം ആം ആദ്മി പ്രവർത്തകരും കോൺഗ്രസിലേക്ക് തിരികെ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനായി ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലുള്ള മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും സെല്ലുകളും പോഷക സംഘടനകളും അതിശക്തമായ പ്രവർത്തനങ്ങൾ ഡൽഹിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണ് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുന്നിൽ ഇപ്പോഴുള്ളത്. കോൺഗ്രസിൽ നിന്നും ആം ആദ്മി പാർട്ടിയിലേക്ക് 2013 മുതൽ ചേക്കേറിയ മുഴുവൻ കോൺഗ്രസ് അനുഭാവികളെയും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കോൺഗ്രസ് തിരിച്ചെത്തിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഈ ലക്ഷ്യം വിജയത്തിലെത്തിയാൽ 2027 ഡിസംബറിൽ നടക്കുന്ന ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 3 കോർപ്പറേഷനുകളും കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതോടെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ചിറകടിച്ചുയരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ആം ആദ്മി പ്രവർത്തകർ കോൺഗ്രസിലേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതോ നരേന്ദ്രമോദിയും അമിത്ഷായും ഞെട്ടിച്ചുകൊണ്ട് ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടി ഉയർത്തെഴുന്നേൽക്കുന്ന കാലം വിദൂരമല്ല.